സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു വിഷുരുവടവാണ്. ഇന്ന് വിഷുരുവടവിന്റെ ആദ്യത്തെ 2 സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമസ്കരിക്കാം. ആദ്യമായിട്ട് അരമണ്ഡലത്തിലിരിക്കുക. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ കാലാണ് കാണിച്ച് തരാൻ പോകുന്നത്. ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഇതാണ് ആദ്യമായിട്ട് കാലിലേക്ക് ശ്രദ്ധിക്കുക. റെഡി, 1 2 3 സ്റ്റാർട്ട്. അരമണ്ഡലത്തിൽ ഇരിക്കുക. ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഒന്നുകൂടെ കാണിച്ചു തരാം, വളരെ സ്ലോയി കാണിച്ചു തരാം. ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഇനി ഞാൻ കുറച്ച് സ്പീഡിലൂടെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അരമണ്ഡലത്തിൽ ഇരിക്കുക. അതിനുശേഷം ത തേയ് തേയ് ത ദി തേയ് തേയ് ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഇനി ഞാൻ അതിന്റെ കൈയാണ് കാണിച്ചു തരാൻ പോകുന്നത്. കൈ പഠിക്കുമ്പോൾ നമ്മൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഘടകാമുഖയും അളപദ്മയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ത തേയ് തേയ് ത ദി തേയ് തേയ് ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഇനി ഞാൻ കാലും കൈയും കൂടെ ഒരുമിച്ചെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമായിട്ട് സ്ലോയിൽ എടുത്ത് കാണിച്ചു തരാം. ത തേയ് തേയ് ത ദി തേയ് തേയ് ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത. അടുത്തായിട്ട് ഇത് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ എങ്ങനെ എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടി അരമണ്ഡലത്തിൽ ഇരിക്കുക. അതിനുശേഷം കൈ പിടിക്കുക. ത തേയ് തേയ് ത ദി തേയ് തേയ് ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷുരുവടവിന്റെ 2ാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം ഞാൻ അതിന്റെ കാല് കാണിച്ചു തരാം. ആദ്യമായിട്ട് അരമണ്ഡലത്തിലിരിക്കുക. അതിനുശേഷം ത തേയ് തേയ് ത ദി തേയ് തേയ് ത. നിങ്ങളോട് പറയാൻ മറന്നുപോയി, ആദ്യത്തെ സ്റ്റെപ്പിന്റെ കാല് അത് സെയിം തന്നെയാണ് 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കൈ മാത്രമുള്ള അതിന് വ്യത്യാസം വരുന്നത്. ഒന്നുകൂടെ ഞാൻ പയ്യെ എടുത്ത് കാണിച്ചു തരാം. ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഇനി അത് കുറച്ച് സ്പീഡിൽ എടുത്ത് കാണിച്ചു തരാം. അരമണ്ഡലത്തിൽ ഇരിക്കുക. അതിനുശേഷം ത തേയ് തേയ് ത ദി തേയ് തേയ് ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഇനി അതിന്റെ കൈയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സെയിം മുദ്ര തന്നെയാണ്. ഘടകാമുഖയും അളപദ്മയാണ് യൂസ് ചെയ്യുന്നത്. ഘടകാമുഖ മുദ്ര ആദ്യം കൈ പിടിച്ചതിന് ശേഷം ത തേയ് തേയ് ത ദി തേയ് തേയ് ത. മുകളിലെത്തുമ്പോൾ നമ്മൾ ഘടകാമുഖയാണ് എടുക്കുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ത തേയ് തേയ് ത ദി തേയ് തേയ് ത. നമ്മൾ കാലെടുക്കുമ്പോൾ കൈ പോകുന്നിടത്തേക്ക് തന്നെ ശ്രദ്ധിച്ച് വേണം കണ്ണും പോയി കളിക്കാനായിട്ട്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ത തേയ് തേയ് ത ദി തേയ് തേയ് ത ത തേയ് തേയ് ത ദി തേയ് തേയ് ത. ഇനി ഞാൻ അതിന്റെ കാലും കൈയും
ആദ്യം സ്ലോയിൽ എടുത്ത് കാണിച്ചു തരാം, പിന്നെ എൻ്റെ ഫാസ്റ്റ് ഒരുമിച്ച് തന്നെ എടുക്കാം. 1 2 3 4 ta tei tei ta ti tei tei ta ta tei tei ta ti tei tei ta. ഇനി സ്പീഡിൽ എടുക്കാം. ta tei tei ta ti tei tei ta ta tei tei ta ti tei tei ta. നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് വിഷുരുവിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഈ രണ്ട് സ്റ്റെപ്പും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ സിമ്പിളാണ്. ഇനി അങ്ങോട്ട് അടുത്ത ക്ലാസ്സിൽ വിഷുരുവടേൻ്റെ 3, 4 സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.